ഹലോ ഫ്രണ്ട്സ്, എല്ലാവരുടെയും പഠനം തകൃതിയായിട്ട് നടക്കുന്ന സമയമാണല്ലേ. നമ്മളുടെ സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. എന്തായി, എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണോ? അതോ ഞാൻ പഠിച്ചതൊക്കെ വരുമോ? എന്തായിരിക്കും എക്സാമിന് വരിക? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ? എനിക്ക് സമയം തികയുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അലട്ടുന്നുണ്ടാവും. അതിപ്പോൾ എത്ര നന്നായി പഠിച്ച ആളുകളാണെങ്കിലും അവരുടെ ഉള്ളിലും ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന ഏതൊരാളുടെ മുന്നിലും അങ്ങനെ ഒരു കുറേ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ടെൻഷൻ കൂടി വരുമ്പോഴാണ് പ്രശ്നം. ആ ടെൻഷൻ അങ്ങ് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. വളരെ ചുരുക്കം മണിക്കൂറുകൾ മാത്രമാണ് നമ്മളുടെ മുന്നിൽ ഉള്ളത്. അപ്പോൾ ഈ മണിക്കൂറുകൾ നമുക്ക് നമ്മളുടെ സാഹചര്യം പോലെ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. പുതിയ കാര്യങ്ങളൊന്നും ഇനിയും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ചിലരെ സംബന്ധിച്ചിടത്തോളം 90%, 95%ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് വരുന്ന ആളുകളുണ്ടാവും. ഫുൾ പവർ പാക്ഡ് എനർജിയോട് കൂടിയിട്ട് അവർ വർഷങ്ങളായിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പുകളാണത്. LDC എക്സാമുകൾ, അതുപോലെ VFA എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. അതേസമയം LDC ഒക്കെ ജസ്റ്റ് 1-2 മാർക്കിനൊക്കെ കയ്യിൽ നിന്ന് പോയവരെ സംബന്ധിച്ച് അവർക്കും കോൺഫിഡൻസ് കൂടുതലായിരിക്കും. പക്ഷേ ഈ പ്രിലിമിനറി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന ആവലാതി കാരണം പഠിക്കാതെ പ്രിലിമിനറി റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയ ആളുകൾക്കായിരിക്കും കൂടുതൽ ടെൻഷൻസ് ഉണ്ടാവുക. ഇനി എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അത് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് എങ്ങനെ ഈ എക്സാമിനെ നന്നായി ഇനി അപ്രോച്ച് ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു പ്ലാനിങ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. എക്സാം ഹാളിൽ നമ്മൾ 10:30ക്കാണ് എക്സാം. വളരെ നേരത്തെ തന്നെ എക്സാം ഹാളിൽ ഒരു 9 മണി 9:15 കൂടി തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് ശ്രമിക്കുക. വളരെ വൈകി വരുമ്പോൾ തന്നെ നമുക്കാകെ വെപ്രാളമായി അല്ലേ, പേടിയായി, ഇനി നമുക്ക് എക്സാം ഹാളിൽ കയറാൻ പറ്റുമോ, ടെൻഷനായി, റൂം കണ്ടുപിടിക്കാനുള്ള പ്രയാസം, അങ്ങനെയൊക്കെ. അപ്പോൾ വളരെ നേരത്തെ തന്നെ എത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാലത്ത് ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാണ്. നേരത്തെ എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പെന്ന്, ID കാർഡ്, ഹാൾ ടിക്കറ്റ് എന്നിവ മറക്കാതെ തന്നെ തലേ ദിവസം തന്നെ നിങ്ങൾ എടുത്തു വെക്കേണ്ടതാണ്. എക്സാം എഴുതി തഴമ്പിച്ച ആളുകൾക്കൊക്കെ അറിയാം. എങ്കിൽ പോലും നമ്മളുടെ ഒരു അശ്രദ്ധ കാരണം ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറഞ്ഞത്. അതുപോലെ എക്സാം ഹാളിലെത്തി നമുക്ക് OMR ഷീറ്റ് തരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ അത് ആൻസർ ചെയ്യാം. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് രജിസ്റ്റർ നമ്പറൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എഴുതി വയ്ക്കുക. പിന്നെ OMR ഫില്ല് ചെയ്യുന്നിടത്ത്, ബബിൾ ചെയ്യുന്നിടത്തൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ, ടൈം എടുത്ത് 1/2 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. അത്ര ക്ലിയർ ആയിട്ട് തന്നെ അത് ചെയ്യുക. ഒരു മിസ്റ്റേക്കും വരുത്താതെ നോക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴും നമ്മൾ അതിങ്ങനെ ഒളിഞ്ഞു നോക്കി സീല് പൊട്ടിക്കാതെ ഒളിഞ്ഞു നോക്കുന്ന പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ജസ്റ്റ് ഒരു ക്ലോക്ക് വരച്ച് വയ്ക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ A തൊട്ട് Z വരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെയൊക്കെ നമുക്ക് ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യുന്ന ടിപ്സുകളാണ്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് എക്സാം ഹാളിലേക്ക് പോവുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ എക്സാമിന് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇത്രയും ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 50 മാർക്കാണ് അവിടെ കവറാവുന്നത്. ബാക്കി 50 മാർക്ക് GK ടോപ്പിക്ക്, സുപ്രധാന നിയമങ്ങളൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. ഈ എക്സാമിൽ ഞാൻ ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഏതാണ്? മലയാളമാണോ, ഇംഗ്ലീഷാണോ, അതോ GK ആണോ? അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് സംബന്ധിച്ച് നമുക്ക് ഈസി ആയിട്ട് അതിലുള്ള സബ്ജക്റ്റ്, നമ്മളെ സംബന്ധിച്ച് ഈസി ആയിട്ടൊരു സബ്ജക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ഇപ്പോൾ മലയാളമാണെങ്കിൽ ആ മലയാളം ഭാഗം അറ്റൻഡ് ചെയ്യുക, ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതിന് നല്ല കാര്യമാണ്. പിന്നെ എപ്പോഴും ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലും അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആക്കി നോട്ട് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്ന് അടുത്ത ആൻസർ മാർക്ക് ചെയ്യുക. ചില ആളുകളുണ്ട് 10 ചോദ്യത്തിൽ ഉത്തരം നോക്കി വെച്ചിട്ട് ആ 10 ഡയറക്റ്റ് അങ്ങനെ OMRലേക്ക് പകർത്തുന്ന രീതി. അപ്പോൾ അത് ഒന്നിച്ച് ഈ 10 പകർത്തുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മാറി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓരോ ചോദ്യവും അതിൻ്റെ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ ഏത് സബ്ജക്റ്റാണോ നമുക്ക് ഈസി അത് ആദ്യം ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും കൂടി ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ചിലർക്ക് മാത്സ് ചെയ്യാൻ ഒരുപാട് സമയം വേണം എന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്സ് ഏറ്റവും അവസാനത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മാത്സിൽ നമ്മളങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പോകുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. അത് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിനെ ബാധിക്കും. അതേസമയം മാത്സ് ഈസി ആയിട്ടുള്ളവർക്ക് ഏറ്റവും ആദ്യം തന്നെ മാത്സ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്.
അത് ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും ഈസി ആയിട്ടുള്ളത്. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമ്മളൊരു പ്ലാൻ ചെയ്ത് പോവുക, നമ്മളുടെ ഇഷ്ടം എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഏത് രീതിയിലാണ് നമ്മൾ എക്സാം പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് പ്ലാൻ ചെയ്ത് പോകുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഒരു റൗണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം ആൻസർ ചെയ്ത് പോവുക, സംശയമുള്ളതും ഒട്ടും അറിയാത്തത് അപ്പോൾ തന്നെ അങ്ങ് ക്രോസ് ചെയ്തിട്ടേക്കുക, പിന്നെ നമ്മൾ അതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യേണ്ടതില്ല. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഡൗട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചെയ്യാം. ഏറ്റവും അവസാനത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആദ്യമേ ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഒട്ടും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ആ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് പോവാതെ, അല്ലേ, ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ 1.5 മണിക്കൂറിനുള്ളിൽ, മെയിൻ എക്സാം ആണ് 1.5 മണിക്കൂറാണ്, 1.5 മണിക്കൂറിനുള്ളിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു രീതി ഫോളോ ചെയ്താൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പം ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ കുറച്ചുകൂടി ടൈം സേവിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ടൈം തികയുന്നില്ല എന്ന പരാതി നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ ഇൻവിജിലേറ്റേഴ്സിനോട് നമുക്ക് ടൈം ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ക്ലോക്കില്ലാത്ത ക്ലാസ് റൂമുകളും ഉണ്ടാവുമല്ലോ, പല സ്കൂളുകളും പല രീതിയിലായിരിക്കും. ആദ്യമായിട്ട് എക്സാമൊക്കെ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് അവർക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കുമ്പോൾ ആൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഇപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുകയാണ്, എനിക്കറിയുന്നില്ല എന്ന് വെച്ചിട്ട് 100 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വളരെ നമ്മൾ തുടക്കക്കാരായിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. കാരണം ഈ ആൻസർ ഷീറ്റ് വാങ്ങുന്ന ആൾ എന്ത് വിചാരിക്കും, അടുത്തിരിക്കുന്ന ആൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഞാൻ 98ഓളം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിയായ കാര്യമല്ല. ആരെന്തോ വിചാരിച്ചോട്ടെ, നമ്മൾ എഴുതുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെന്നുള്ള ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് വേണം തുടക്കക്കാരായവർ പോലും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറിയുന്ന കാര്യങ്ങൾ എഴുതുക, അറിയാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള ഈ ധൈര്യം മനസ്സിലുണ്ടാക്കിയെടുക്കുക. നമ്മുടെ മനസ്സിങ്ങനെ പറയും അത് ചെയ്യണം ലാസ്റ്റ് നിമിഷം. ആ ലാസ്റ്റ് നിമിഷമാണ് വളരെയധികം നെഗറ്റീവ് വരാനുള്ള ഒരു ചാൻസസ് അവിടെ വല്ലാതെ കൂടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഓപ്ഷൻസ് 50-50 ചാൻസ് ഉള്ളത് വരെ ചെയ്യുക എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, 50-50 ചാൻസ്, ഇതാണോ അതാണോ, 4 ഓപ്ഷനിൽ 2 ഓൾറെഡി ക്യാൻസൽ ചെയ്തു, ഇനി 2 ഓപ്ഷൻസ് ബാക്കിയുണ്ട്, ഇതിലേതോ ഒന്നാണ് ആൻസർ. അങ്ങനെയുള്ള ചോദ്യം, അതായത് 50-50 ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഒരു 5-6 എണ്ണം വരെയൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത നമുക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. എന്തായാലും നമ്മൾ അതിൻ്റെ പുറകെ പോയി സമയം കളയേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതുക എന്നുള്ളത് തന്നെയാണ്. ഈ എക്സാം എഴുതുന്ന 54,000-ഓളം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുള്ള ആളുകൾക്കും 54,000 സാഹചര്യങ്ങളാണ്, അല്ലേ. ചിലരെ സംബന്ധിച്ച് അവർക്ക് ഫുൾ ടൈം എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചിലർ വീട്ടമ്മമാരായിരിക്കും, കുഞ്ഞു മക്കളുണ്ടായിരിക്കും, വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. അതുപോലെ ജോലിക്ക് പോയതിന് ശേഷം വന്ന് പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ 10% അതാണ്, നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ ഇട്ട എഫേർട്ട്, അത് പലർക്കും പലതായിരിക്കും. ആ എഫേർട്ടിൻ്റെ 100% നമ്മൾ എടുക്കുന്ന ദിവസമാണ് നമ്മുടെ ഈ എക്സാം ഡേ എന്നത്. അപ്പോൾ അത് ടെൻഷൻ ആവാതെ എക്സാം എഴുതുക എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ കൂടിയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മളൊരു കൂൾ മൈൻഡോട് കൂടി പോയി എക്സാം അപ്രോച്ച് ചെയ്യുന്നതും വളരെ ടെൻഷൻ അടിച്ച് എക്സാം അപ്രോച്ച് ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ആണ്. അത് നമ്മളുടെ മാർക്കിലും കൂടി എക്സ്പ്രസ് ചെയ്ത് കാണും. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 21-ാം തീയതിയത്തെ സെക്രട്ടേറിയറ്റ് OA എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാം വോയേജിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.